പൊന്നാരഞ്ച് ചങ്ങാരെ 4-5 മനുഷ്യന്മാർ പാകണുണ്ടെങ്കിൽ ഓലെന്തോ വെച്ച് കൊണ്ടെടുത്തോണ്ടാ പോകാൻ പറ്റില്ല. എന്താ പാപ്പോക്ക് അങ്ങനെ. ഇതെന്താ കഥ എന്നറിയോ? ഞങ്ങളെ കൂട്ടത്തിലുണ്ട് ഒരു മീൻ പിരാന്തൻ എന്നെ ഈ പറയാം. അതായത് ഞങ്ങൾ കോഴിക്കോട് പുയ്യാപ്പള്ളിയിൽ വന്ന് മീൻ പിടിച്ചാൽ വന്നതാണ്. എപ്പോൾ? സമയം രാത്രി 12 മണി. അർദ്ധരാത്രി ഇവിടെ നല്ല മീൻ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ചാക്ക് കൊടുത്തോളി, ബക്കറ്റ് കൊടുത്തോളിയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു വാക്കും കേട്ടുകൊണ്ടെന്ന് വന്ന് ഞങ്ങൾ എന്ത് ചെയ്ത് 4-5 മുത്ത മനുഷ്യന്മാർ മീനും കുളത്തും ഒക്കെ വാങ്ങി ഇങ്ങോട്ട് ഇട്ടുകൊടുത്തു. 10,000-1,500 റുപ്യേൻ്റെ മുതൽ വാങ്ങി. അങ്ങനെ ഞങ്ങൾ ഇട്ടുകൊടുത്ത് നിന്നപ്പോൾ ആദ്യം പിടിച്ചിരുന്ന ഒച്ചപ്പരല് അതിനിപ്പം പറഞ്ഞ അമൂറിൻ്റെ മൂത്താപ്പാൻ്റെ മോനാണ്. അടുത്ത് കിട്ടി തിമ്മിങ്കലത്തിൻ്റെ കുട്ടിയാണ്. അടുത്ത കിട്ടി ഓളെ മൂത്തമ്മാനെ കെട്ടിയോളാണ്. അങ്ങനെ ഇനി അടുത്ത വലുത് വരുന്നു. ഒരു സംഗതി ഞങ്ങൾക്ക് കിട്ടിയില്ല. അവസാനം ഞങ്ങൾക്ക് കിട്ടി. അതെന്താ വെച്ചാൽ ഞങ്ങൾക്ക് കൊണ്ടെന്ന് വെച്ച കടിണ്ടേന് അവിടെ, അതായത് ഭക്ഷണം. അതാ സാധനം ഉണ്ടല്ലോ, നമ്മളൊരു പെരിച്ചായി നമ്മൾ കാണാത്തുമ്പോൾ നമ്മളെ അരിയെടുത്ത് കണ്ടാണ് ആ പോണേങ്കിലും ഒരുത്തൊരു വായ എന്ത് ചെയ്ത് ഇതിനെ ഫുള്ള് ഫോട്ടോ എടുത്ത് കണ്ട് മൂപ്പര് ഏത് വരെയൊക്കെ പോകണമെന്ന് നോക്കിക്കൊണ്ടിന്ന് ഇവിടെ ചോറും കൂട്ടാനൊക്കെ ഭാഗത്തിലായി. 4-4:30 വരെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആ പറഞ്ഞ വരി മുഹൂർത്തത്തിൽ ഞങ്ങൾക്ക് മീൻ കിട്ടി എന്ന് പറഞ്ഞാൽ എവിടുന്ന് കിട്ടി? ഞങ്ങൾ അവിടെ തന്നെ പുയ്യാപ്പളത്തന്നെ മീൻ ഹാർബർ പോയി കണ്ട് ഞങ്ങൾക്ക് എന്തിട്ടി? 4,500 റുപ്യ എടുത്തപ്പോൾ ഒരു കൊട്ട മീൻ തന്നു. ഞങ്ങൾ 5-6 റുപ്യ കൊണ്ടുപോയി അത് പൊരിച്ചു മുണുങ്ങി. അല്ലാത്ത ഈ കഥ എല്ലാ കൊല്ലം കൊണ്ടാണ് നിങ്ങൾക്ക് ആ മീൻ കിട്ടും ഈ മീൻ കിട്ടും. എവിടെ കിട്ടണം പൊന്നാര മക്കളെ?